ഇതൊന്നും പരിപാടി മനസ്സിലായ ശരി. ഹായ്. അപ്പോ ഇന്ന് വിഷു ആണ്. അപ്പൊ എല്ലാവർക്കും നമ്മളപ്പോ ഇതാ രാവിലെ എണീച്ച് കണിയെല്ലാം കണ്ട് ശ്രുതിന്റെ പണിയെല്ലാം തീർത്ത് ഇനി ഒന്ന് അമ്പലത്തിൽ പോകണമെന്നിരിക്കുന്നു രാമേ. നമ്മളിവിടെ അടുത്ത് തന്നെ കണ്ണാടിപ്പറമ്പ് അമ്പലത്തില് അവിടെ ഉത്സവമാണ്. അപ്പൊ അങ്ങോട്ടേക്ക് പോകുന്നതാണ് പ്ലാന്. അപ്പോ രാവിലെ പോണ്ടാണ്. പിന്നെ അമ്മക്ക് ഇന്ന് അത്ര സുഖമില്ല, കുറച്ച് പനിയുണ്ട്, ക്ഷീണമുണ്ട്. അതുകൊണ്ട് സുധി ചോറും കറിയെല്ലാം ആക്കി വെച്ചു, അതുകൊണ്ടാണ് ലേറ്റായ. അപ്പൊ നമുക്ക് മെല്ലെ വിടാല്ലേ സുധി? അതിനിടയില് നമ്മളെ കണി വെച്ചത് കാണണ്ടേ? കണി എന്ന് വെച്ചാൽ നമുക്ക് ഓരോ നാട്ടിലും ഓരോ സ്റ്റൈലായിരിക്കും അല്ലേ, എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവും. സുധിയുടെ എന്തെല്ലാം വെച്ച മാറ്റങ്ങളുണ്ട്. എന്നാന്ന് മാറ്റം? ഈ ഒരു സാധനം ഉടയാടാ അല്ലേ? ഞാൻ കാണിച്ചു തരും സംഗതി. അത് പുതിയ അത് നമ്മുടെ വീഡിയോ ഇട്ടില്ലല്ലോ. നല്ല തിളങ്ങുന്ന ഒരു കൃഷ്ണനുണ്ട് ഇപ്രാവശ്യം. സുധീ ഞാനും വേറെ ബൈക്ക് പോയിട്ട് വരുമ്പോ നല്ലൊരു കൃഷ്ണനെ കണ്ടു. അവിടെ കണ്ണൂരുണ്ട് ഒരുപാട് കൃഷ്ണനെ എത്തി വെച്ചിട്ട്. അപ്പൊ ശ്രുതി പറഞ്ഞു എന്തായാലും ഒന്ന് വാങ്ങാം, വിഷുവിന് നമുക്കൊരു കൃഷ്ണൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കൃഷ്ണനെ വാങ്ങിയിട്ടുണ്ട്. ഞാൻ സംഗതി കാണിച്ചേ, കണ്ണി വെച്ച സാധനമല്ല ഇപ്രാവശ്യം വാങ്ങിയ കൃഷ്ണൻ നോക്കിട്ടെ. നല്ല തിളങ്ങുന്ന കൃഷ്ണല്ലേ സുധി? പളവള തിളക്കുണ്ടായിരുന്നു അല്ലേ? പിന്നെ ഇതാ നമ്മള് ഇങ്ങനെയാന്ന് വെച്ചേ, അരിമാവനെ കൊണ്ട് ഇതാ ചെറിയൊരു കളം പറഞ്ഞ് എനിക്ക് മക്കൾ ഇതാ വെളിച്ചെണ്ണ കുറച്ചിട്ട് നിലം കംപ്ലീറ്റ് വൃത്തികേടായിട്ടല്ലേ മമ്മി? എങ്ങനെ ആ കുഞ്ഞു വിളക്കറി എല്ലാം കൂടി മറന്നല്ലേ? മക്കളെ പിന്നെ ഓടിയിട്ട് മൊത്തം അലങ്കോലാക്കിയിട്ടുണ്ട്. ഇതാ അതെയാ? ഓ ശരി ശരിയാക്കി. ആ ശരി ശരി. അപ്പൊ രാവിലെ നല്ല വൃത്തിയുണ്ടായിരുന്നത്. ഇപ്പൊ നോക്കിയാൽ മക്കൾ നടന്നിട്ട് ഓടിയിട്ടെല്ലാം കൂടി വൃത്തികേടായിട്ടുണ്ട്. അപ്പൊ അരിമാവ് കളം എല്ലാം കൂടി വൃത്തികേടായിട്ടുണ്ട്. പിന്നെ നോക്കിയാട്ടെ നമുക്ക് ഇവിടെ ഉള്ള സ്ഥിതി അതൊന്ന് പറഞ്ഞു കൊടുത്താട്ടെ. ഇതിന്റെ നമ്മള് ഫ്രൂട്ട്സ്, ഇതില് വെജിറ്റബിൾസ് വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മള് വാൽക്കണ്ണാടി ഉണ്ട്, പിന്നെ ഇതാന്ന് ഉടയാടാട്ടാ. ഇപ്രാവശ്യമാണ് ഇത് വാങ്ങിച്ചത്. പിന്നെ ഇതിനകത്ത് മഞ്ചാടി, അരിയുണ്ട്, പിന്നെ പഞ്ചധാന്യങ്ങള്, ഇത് നമ്മള് കണിക്കൊന്നെല്ലാം വാടി ഇന്നലെ കൊണ്ടുവച്ചതാ. ഇത് പച്ചരി കേട്ടാ, പച്ചരി. പിന്നെ ഇതിൻ്റെ അകത്ത് അപ്പം കലത്തില്, പിന്നെ ഇതിൻ്റെ അകത്ത് ഉപ്പ്, പിന്നെ ഉപ്പ് മുളകില്ലേ, പുളി, പിന്നെ കടുക്, തേങ്ങ, ചക്ക എല്ലാം ഉണ്ട്. ചന്ദനവും പിന്നെ ഒന്ന് സിന്ദൂരും പിന്നെ ഒന്ന് കൺമഷിയാണ്. ഇത് പിന്നെ പൈസയാണ്. പിന്നെ ഇതാ മാണിക്യക്കല്ല്, എന്റെ മാണിക്യ മുതലാണ്. അപ്പൊ സ്വർണം വെക്കണമെന്നുണ്ട്. പിന്നെ അടക്ക വെറ്റില, പിന്നെ ഇതാ കിണ്ടി വിളക്ക്, ശ്രീകൃഷ്ണൻ. ഇതാണ് നമ്മളെ കണി വെക്കുന്ന രീതികളല്ലേ? എല്ലാ പ്രാവശ്യം ഇങ്ങനെ തന്നെ വെക്കല് സുധി? ആ ഇപ്രാവശ്യം ഇങ്ങനെ തന്നെ. അപ്പൊ നിങ്ങളെ നാട്ടിൽ എങ്ങനെയാണ്? എന്തെങ്കിലും ഇതിനകത്ത് അധികം ഉണ്ടോ കുറവുണ്ടോ എന്നുള്ളത് എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണേ അല്ലേ സുധി? ഓരോ നാട്ടിലും ഓരോ ടൈപ്പ് ആയിരിക്കും അല്ല. അപ്പൊ നമ്മളെ ശരിക്കണ്ടല്ല എന്താ പറയുക, നമ്മളെ നിത്യോപയോഗ സാധനങ്ങൾ, അത് പച്ചക്കറി മുതൽ അല്ലെ, ഉപ്പ് മുതൽ കർപ്പൂരം വരെ എല്ലാം ഇതിനകത്ത് കർപ്പൂരം വെച്ചിട്ടില്ല. ഇപ്പൊ പറഞ്ഞ പുറമെ കർപ്പൂരം ഇല്ല, കർപ്പൂരം വേണ്ട, നല്ല സുഗന്ധമുള്ള സാധനമല്ലേ? അപ്പോ എല്ലാം ഇതിന്റെ താഴെയുണ്ട്. അപ്പോ ഇതാണ് കണി. ശരിക്ക് കാർഷിക വിളവെടുപ്പിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ കണിവെപ്പ് എന്നൊക്കെയാണ് ഇതിന്റെ ചരിത്രം എന്നുള്ളതാണ് ഞാൻ കേട്ടെ. ശരിക്ക് സത്യം പറയാൻ അതിനെ പറ്റി വ്യക്തമായ ഒരു ധാരണയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താളാ. അപ്പൊ എന്തായാലും കൃഷി സംബന്ധിയായിട്ടുള്ള ഒരു പരിപാടിയാണ്. എന്തായാലും വളരെ എന്താ പറയണ്ടേ, ഇത്രയും പ്രകൃതിയോട് നമ്മളെ ജീവിതത്തിൽ ഇത്രയും എന്താ പറയണ്ടേ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, പച്ചക്കറി, അതിനോടുള്ള ഒരു ബഹുമാനാർത്ഥം എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളിത് വിളക്ക് കത്തിച്ച് നല്ല ഐശ്വര്യത്തിൽ വെച്ച് അതിനെ രാവിലെ തന്നെ എണീച്ച് കണി കാണുമെല്ലാം പറയുന്നത് എന്താ പറയാ, ഒരു പ്രത്യേക ഒരു വൈബാണ്. ഞാൻ പറയുന്നത് എന്തുകൊണ്ട് നല്ലൊരു സംസ്കാരം അത്. മക്കളിന്റെ ആയാലും ഇനി ഇത് കാണുന്നവരിലായാലും എന്താ പറയണ്ടേ, ഇത് വേറെ നമ്മളെ കേരളക്കാരല്ലേ, കേരളത്തിന്റെ തനത് സംസ്കാരം, കേരളത്തിന്റെ ആ ഒരു എന്താ പറയുക ബ്യൂട്ടിഫുൾ എന്നെല്ലാം പറയുന്നത് ഇതാണ്. ദൈവത്തിന്റെ സ്വന്തം നാടാവുന്നത് ഇങ്ങനെയൊക്കെയാണ്. കണ്ട, നമ്മളെല്ലാത്തിനെയും ബഹുമാനിക്കുന്നു, എല്ലാത്തിനെയും ആരാധിക്കുന്നു. സന്തോഷം അല്ലെ? നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോ ഇതിന്റെ ഒരു എന്താ പറയണ്ടേ,
ഇതിന്റെ ആ ഒരു വലുപ്പം നമ്മൾ മനസ്സിലാക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത്രയും കാലം വിഷു എന്ന് പറഞ്ഞാൽ ഞാൻ വിഷു പിന്നെ കണിയാളതൊക്കെയാണ്. പക്ഷെ ഈ വീഡിയോ ചെയ്ത് ഇത് പറയുമ്പോൾ എനിക്കിതിന്റെ ശരിയായ ഒരു ഫീലിംഗ് വരുന്നത് കേട്ടോ. കാരണം ഇത്രയും സംഗതികൾ നമ്മളിങ്ങനെ വിളക്ക് വെച്ച് കത്തിച്ച് അതിനെ കണി കാണാം. ഇത് വേറെ ഒന്നുമല്ല കണി കാണുന്നത്. എല്ലാവരും കണി കാണുമെന്നാല് ഭയങ്കര സുന്ദരമായ വസ്തുക്കളൊക്കെ കണി കാണാം. നമ്മൾ കണി കാണുന്നത് നോക്കിയാട്ടെ, പച്ചക്കറി, അരി, ഫ്രൂട്ട്സ്, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ. എന്തായാലും ഈ കണി കാണൽ മുതൽ അങ്ങോട്ടേക്ക് നമ്മളെ ജീവിതത്തിൽ നല്ല ഐശ്വര്യം ഉണ്ടാകുന്നതാണ് നമ്മളെ വിശ്വാസം, അല്ലെ? അപ്പോ എല്ലാവരുടെ ജീവിതത്തിലും ഐശ്വര്യം ഉണ്ടാവട്ടെ. കണി കണ്ടുകൊണ്ട് ഐശ്വര്യം ഉണ്ടാവുന്നൊന്നല്ലേ. നമ്മളെ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ എപ്പോൾ ഐശ്വര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ കണി കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടുള്ള നമ്മളെ മനസ്സിന്റെ ഒരു സംതൃപ്തിയാണ് നമുക്ക് കിട്ടുന്നത്. അതിലൂടെ മനസ്സിൽ നന്മ, അതിലൂടെ ഐശ്വര്യം. കണി കാണാത്തവരുണ്ടാവും, അവർക്കും ഐശ്വര്യമൊക്കെ ഉണ്ട്. ഐശ്വര്യം വരണ്ടെങ്കിലല്ലേ സുധി? നല്ല മനസ്സുണ്ടായാൽ മാത്രം മതി, ഐശ്വര്യം താനേ വന്നോളൂ. ശരി, എന്നാ പിന്നെ നമുക്ക് വിടാം അമ്മേ. അയ്യോ, ഇതെന്നാ ചോർക്കം വന്നു പോയാ? എന്നാ പറഞ്ഞേ? പിന്നെ കാര്യപ്പെട്ടൊരു സംഭവം ഉണ്ടേ. വിഷുവിന് കൈനീട്ടെന്നുള്ളത് മസ്റ്റാന്നുള്ളത് കാര്യമായ ഒരു ചടങ്ങാണ്. പണ്ട് കാലക്കൊന്ന് ചെറുതില് നമ്മളെ തറവാട്ടില് എല്ലാ ബുദ്ധിമുട്ടിലും പോകും. എന്നിട്ട് അറിയുക കൈനീട്ടം വാങ്ങാൻ വേണ്ടിട്ട് നമുക്ക് നല്ലൊരു പോക്കറ്റ് മണിയത്. അപ്പോ കൈനീട്ടം എന്നുള്ളത് ഭയങ്കര ഐശ്വര്യമുള്ള കാര്യമാണ്. അപ്പോ മക്കൾക്ക് തന്നെ കൈനീട്ടം കൊടുക്കേണ്ട ചടങ്ങാന്ന് തന്നെ അടുത്തതല്ലേ മമ്മി? അപ്പൊ ഇതാ എല്ലാവർക്കും ഓരോ കോയിൻ. കൈനീട്ടം എന്ന് പറയുന്നത് ഐശ്വര്യം കൂടിയാണ്. അപ്പോ പൈസ എത്രയാവുന്നില്ല, അതിന്റെ ഐശ്വര്യത്തിനാണ് വില, അല്ലേ സുധി? അതാ കൊടുക്കാം അല്ലേ മമ്മി? അപ്പൊ കൈനീട്ട ഇത് ആദ്യമായിരിക്കും കൊടുക്കുക. പപ്പ തീരുമാനിക്ക. ഞാനോട്ടി നമ്മളെ ഏറ്റവും ക്യൂട്ട് ഭാവി ആരാത്? കുഞ്ഞി ആരാത്? കുഞ്ഞി മുതൽ വലുതാളിലേക്ക് പോകും അല്ലേ? അപ്പൊ അതിന്റെ മോളിതാ കുഞ്ഞി ഇതാണ്. പിന്നെ അതിൽ കുഞ്ഞായിട്ട് ജാനുണ്ട്. അപ്പൊ ഇതാ ആദ്യം എന്റെ അച്ചൂട്ടന്. ഓക്കേ, ഇതാന്റെ ജാന് മുക്ക് മുക്കില്ലേ. പിന്നെ നമ്മളെ പൊന്നന്റെ പനി എത്ര ഉഷാറായിട്ടില്ലേ? ക്ഷീണം കാണുന്ന പോത്ത്. ഇനിയുള്ളതാ മമ്മിക്കാതെ. മമ്മി ഒന്ന് കൈ തട്ടിക്കട്ടാ. മമ്മിക്ക് വായിക്കും കേട്ടാ. ഇത് പപ്പക്ക് സ്വയം കൈ തട്ടും. എന്നാ പിന്നെ മമ്മി നമുക്ക് നല്ല അമ്പലത്തിൽ പോവാം. മക്കളെ ഇങ്ങോട്ടൊക്കെ എന്നിട്ട് പോയിക്കൂടെ നമുക്ക്? അപ്പൊ നമ്മളൊന്നാല് നേരെ അമ്പലത്തിലേക്ക് കൊടുത്ത പരിപാടി അല്ല? കാറിന്നല്ല, അപ്പുറത്തെ സൈഡാ വെച്ചേ. ഇവിടെ മുറ്റത്ത് പടക്കം പൊട്ടിക്കുന്നോണ്ട് അവിടെ റോഡ് എത്തി കാറ്. നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെ ഷോപ്പിലേക്കുള്ള ദൂരം കണ്ടേ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിന്. എന്നാലും ഒന്നുകൂടി കാണിക്കാം. എനിക്കൊന്ന് 1 കിലോമീറ്ററിന് ഉള്ളിലാണ്. സത്യം പറയല്ല, നമ്മൾ പണിയെടുക്കുന്ന സ്ഥലം ഇത്ര അടുത്ത് എന്നുള്ളതുണ്ടല്ല, ഇതിലും വലിയ ഭാഗ്യം പറയില്ല. പിന്നെ ഇതുപോലെ ശീലിച്ചാലൊരു ദോഷമുണ്ട്. എന്താ അറിയുക, അഥവാ കുറച്ച് ദൂരം ഒരു ബിസിനസ് നല്ല ചാൻസ് ഉണ്ടെങ്കിൽ അവിടെ തുടങ്ങാനുള്ള എല്ലാ സംഗതി ഉണ്ടെങ്കിലുണ്ടല്ല നമ്മൾ തുടങ്ങൂല. കാരണം അറിയുക, നമ്മൾ ഇത് ശീലിച്ചുകൊണ്ട് നമ്മൾ പറയും ഇത് മതി, ദൂരെയൊന്നും പറയും ബിസിനസ്സും വേണ്ട, ഇതില്ലാന്ന് നമ്മളെ സന്തോഷം എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ അങ്ങ് കൂടിപ്പോവും. അതായത് നമ്മളെ ബിസിനസ് വളരൂല എന്നുള്ളൊരു പ്രശ്നം കൂടി ഇതിലുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിപ്പോൾ ഇതാ നമ്മളെ കമ്പ് ടൗണിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ കമ്പ് ടൗൺ. നോക്കിയട്ടെ എത്ര പെട്ടെന്ന് എത്തിയെന്ന് നോക്കിയട്ടെ. ഈ ജംഗ്ഷനിലെത്തിയിട്ട് ഇതാ ഒരോട്ടത്തിൽ ഇതാ വലത്ത് ഭാഗത്താണ് നമ്മളെ ജീസൻസ് ഗോൾഡ്. ഇത്രയേ ഉള്ളൂ എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടം വരെയുള്ള ദൂരം. നമ്മളപ്പോൾ ഇതാ കണ്ണാടിപ്പറമ്പ് പോകുന്ന വഴിക്കാതെ ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല. എനിക്കൊന്നൊരു 3 കിലോമീറ്ററിനുള്ളായിട്ടേ ഉള്ളൂ കണ്ണാടിപ്പറമ്പ് അമ്പലം കേട്ടോ, അടുത്താണ്. അപ്പൊ യാത്രയിൽ നമ്മൾ സ്ഥിരമുള്ളവല്ല. എന്താ ഒരു പാട്ട് പാടണമെന്നുണ്ടേ. അപ്പൊ ഒരു വിഷുപ്പാട്ട് പാടണല്ലേ സുധി? ആർക്കാ വിഷുപ്പാട്ട് അറിയാ? അതാ പാടിയിട്ടാ. വാ എന്റെ മോള് വിഷുപ്പാട്ട്. ഓടി സാധനം ഓണം വന്നല്ലേ ഊഞ്ഞാലിട്ടില്ലോ. ഏതായാലും മമ്മി എന്താ പിന്നെ പാട്ട് പാടും. മമ്മി വിഷുവിന് പറ്റൊരു പാട്ട് പാടിയാട്ടോ. ഉണ്ട്, അത് സിനിമ പാട്ടില് കുറെ പാട്ടിലുണ്ട്. വിഷുക്കണി കൊന്ന പോലെ അങ്ങനെ എന്തോ ഒരു പാട്ടല്ലേ? അപ്പൊ ഇതാ മക്കൾക്ക് ഉണ്ടല്ലോ ചൈനപ്പാട്ട് ഇംഗ്ലീഷ് പാട്ടല്ലേ അറിയുള്ളൂ കേട്ടോ. മലയാളം പാട്ടൊന്നും അറിയാത്തതുകൊണ്ട് മമ്മി ഇതാ നല്ലൊരു പാട്ട് പാടാൻ പോകുന്ന. മമ്മി തുളസിക്കാതിന് പടിയാ മതി. ദേവ കൊടുത്ത് മോനെ കാണുന്നില്ല, ദേവന്റെ സ്ഥലമില്ല. തുളസിക്കരിന്നുള്ളിയെടുത്ത്
പൂവാലി പശുക്കളെ തുളസി കതിര തുളസി തളിരല്ലേ തുളസി കതിര തളിര. ഏതായാലും ഇതാ മമ്മീന്റെ പാട്ട് കേട്ടല്ലോ. മമ്മി ഭാവിയിലെ വലിയ ഗായികയാവേണ്ട ആളാണ്. പക്ഷെ പാട്ട് പുറത്താരും അറിയാത്തോണ്ട് ഇങ്ങനെ അപ്പോ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ പാട്ടുകള്. അച്ചുട്ടാ മൂക്കെന്നാ പറയണ്ടെന്നും പറയണ്ട, പാട്ടൊന്നും പറയണ്ട. ഇല്ല, സ്റ്റോപ്പ്, കഴിഞ്ഞു. നമ്മളെനിക്ക് അമ്പലം എത്തിയിട്ടുണ്ട് കേട്ടാ. അമ്പലത്തിന്റെ കവാടത്തിലായത് ഇതുവഴി അമ്പലത്തിൽ കയറണം അല്ലേ. കവാടത്തിൽ തന്നെ നമ്മളെ മഹാറാണി ജ്വല്ലറിന്റെ പരസ്യമേ ഉള്ളേ. നമ്മളെ ജ്വല്ലറിക്കാരനെ നമ്മളെ കുടുംബക്കാരൻ തന്നെ. അതുകൊണ്ട് സന്തോഷം. സത്യം പറഞ്ഞ എല്ലാ ജ്വല്ലറിക്കാരും എല്ലാ ജ്വല്ലറിയും നമ്മളെ സഹോദരന്മാരാന്നായിട്ടാണ് ഞാൻ കാണുന്നത്. എന്താണെന്നറിയുക, അതങ്ങനെ വേണം. നമ്മൾ ശത്രുക്കളായിട്ട് കാണുക, അല്ലെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ കച്ചവടം ചെയ്യുന്നത് കാണുക എന്നുള്ള ആ കാഴ്ചയുണ്ടല്ല, അത് തെറ്റി. അത് വേണ്ട. നമുക്ക് എല്ലാവരായിട്ടും സഹകരിച്ച് പോവുക. നമ്മളെ കസ്റ്റമറെ നല്ല രീതിയിൽ കൊണ്ടുപോവുക. അതിനുള്ള കച്ചവടം നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ ഒരു മലയാളി എന്നുള്ള ലെവലിൽ നമുക്ക് അഭിമാനിക്കാൻ വേണ്ടി കണ്ണൂരൊരു ജ്വല്ലറി ഉണ്ട്, മലബാർ ഗോൾഡ്. ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു ജ്വല്ലറിയാണ്. അവിടെ എൻ്റെ ഷോപ്പിൽ നിന്ന് പോയ ഒരു സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവളോട് നല്ല സെയിലാണ്, നമ്പർ 1 സെയിൽ നടത്തി. അങ്ങനെ മീറ്റിങ്ങിൽ ചോദിച്ച് എങ്ങനെ സെയിൽ എടുത്താൻ പഠിച്ചെന്ന് ചോദിച്ചപ്പോൾ ഓള് പറഞ്ഞു ഇതെല്ലാം വൈജോട്ടൻ തന്നെ പഠിപ്പിച്ചാന്ന്. അവിടുന്ന് ഞാനിതെല്ലാം പഠിച്ച്, അതാണ് എൻ്റെ വിജയത്തിന് കാരണം എന്നാണ് പറഞ്ഞത്. എന്തായാലും സന്തോഷം. നമ്മുടെ അടുത്ത് പോയ സ്റ്റാഫായാലും അവിടെ എത്തി നല്ല നിലയിലെത്തിയല്ല. പിന്നെ വേറെയും കുറേ ജ്വല്ലറി ഉണ്ട്, ഒരുപാട് വർഷം പഴക്കമുള്ള. എനിക്കറിയുന്നൊരു ജ്വല്ലറി ഉണ്ട്, അരവിന്ദ് ഗോൾഡ്, അതുപോലെ രാമചന്ദ്ര ജ്വല്ലറി. ഇതൊക്കെ ഞാൻ പണ്ട് സ്വർണ്ണപ്പണിക്കുന്ന സമയത്ത് എനിക്ക് പണി തന്ന ജ്വല്ലറിയാണ്. അവരോടൊക്കെ ഇന്നും ആ നന്ദി എനിക്കുണ്ട്. ജ്വല്ലറിൻ്റെ കഥകൾ പറഞ്ഞ് കുറച്ച് നീണ്ടുപോയേ. നമ്മളിത് അമ്പലത്തിലെത്തി. ഉച്ച സമയമായതുകൊണ്ട് നട അടിച്ചനേട്ടാ, അതുകൊണ്ട് ദർശനം കിട്ടിയിട്ടില്ല. നല്ല പഴക്കമുള്ള അമ്പലമാണ്. ഇവിടെ മെയിനായിട്ട് ശ്രീധർമ്മശാസ്താവാണ് ഇവിടെ പ്രതിഷ്ഠ. പിന്നെ ശിവനുണ്ട്, പിന്നെ ഭഗവതി ഉണ്ട്. അങ്ങനെയൊക്കെയാണ്. എനിക്ക് നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഈ അമ്പലത്തിനെ പറ്റി നന്നായിട്ട് അറിയാവുക. പിന്നെ ഇവിടെ ഉത്സവമാണ്, ഉത്സവത്തിന്റെ കമ്മിറ്റിന്റെ ആളാണ്. 7 ദിവസത്തെ ഉത്സവമാണ് ഇപ്പോൾ നടക്കുന്നത്. നാളെ 15-ാം തീയതി ചൊവ്വാഴ്ച ഉണ്ടല്ല, ഇവിടെ ഒരു വിശേഷപ്പെട്ട ഒരു പൂജ നടക്കുന്നുണ്ട്. ഉത്സവ ബലി അല്ല, ഉത്സവ ബലി എന്നൊരു ചടങ്ങ് നടക്കുന്നുണ്ട്. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവുന്ന അറിയില്ലേ. പിന്നെ ഉത്സവത്തിന് ലാസ്റ്റ് ദിവസം വ്യാഴാഴ്ച ദിവസം കർണാടിപ്പറമ്പ് ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് കരടി വരവ്. നിങ്ങൾ കേട്ടോന്നറിയില്ല. എനിക്ക് തോന്നുന്നത് ഈ കർണാടിപ്പറമ്പ് അമ്പലത്തിൽ മാത്രമേ ഉള്ളൂ തോന്നി കരടി വരവ്. അത് ഗംഭീര പരിപാടി, ഒരുപാട് പിന്നെ ഇതെല്ലാം ഉണ്ടല്ലോ, കരടിയും പിന്നെ കരടി പള്ളിവേട്ട എഴുന്നള്ളിച്ചിട്ട് വരുന്ന ഒരു ചടങ്ങ് ഉണ്ട് അതിന്റെ അകത്ത്. അങ്ങനെ അപ്പൊ കരടി ശലായിട്ട് നമ്മളെ കാഴ്ചവരം ഉണ്ടല്ലോ, അതിൽ വെറൈറ്റി ആയിട്ട് കരടിയാണല്ലേ മെയിൻ ആയിട്ട്. ആന പോയിട്ട് ആനയിച്ചിട്ട് കൊണ്ടുവരുന്ന കരടി, ആനയൊക്കെ ഉണ്ട്. ആന പോയി കരടീനെ കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു ചടങ്ങല്ല. നിങ്ങൾ എന്തായാലും ഉണ്ടല്ല, കാണാൻ എന്തായാലും വന്നു. 17-ാം തീയതി വ്യാഴാഴ്ച ആണ് ഈ പരിപാടി. അപ്പൊ എല്ലാവരും എത്താൻ പറ്റുമെങ്കിൽ ഒന്ന് കണ്ണാടിപ്പറമ്പ് അമ്പലത്തിൽ എത്തുന്നത് നല്ലതായിരിക്കും എനിക്ക് പറയാനുള്ളത്. അവസാനം പിന്നെ പൂരക്കളിയുണ്ട്. പൂരക്കളിയുണ്ടല്ലേ, അന്നേ ദിവസം തന്നെ പൂരക്കളിയുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവം ഉണ്ട്. ഉത്സവമാണ് നടക്കുന്നത്. അപ്പോൾ ഇത്രയും ദിവസം എല്ലാ ദിവസവും ഓരോരോ പരിപാടികളുണ്ട്. പിന്നെ ഇവിടെ ഉണ്ടല്ല, എല്ലാ ദിവസവും 5 മണിക്ക് പഞ്ചവാദ്യവും ഉണ്ട്. എല്ലാ ദിവസവും അന്നദാനം ഉണ്ട്. വൈകുന്നേരം 8 മണിക്ക് മുതൽ രാത്രി 8 മണി മുതൽ 9 മണി വരെ ഭക്ഷണം ഉണ്ട് എല്ലാവർക്കും. അപ്പൊ എല്ലാവരും എന്തായാലും ഉണ്ടല്ല വരിക. ഇവിടുത്തെ പ്രസാദ സദ്യ കഴിച്ചിട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതല്ലേ. എന്തായാലും നമ്മളേതായാലും ഇനിയുള്ള ഉത്സവത്തിന് എല്ലാ ദിവസവും ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കുന്നത്, രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഏതായാലും നമ്മളെന്തായാലും വിട്ടിട്ടായിട്ട് വൈഫ് പുറത്താളൊക്കെ കയറിക്കൂടാ. അപ്പൊ മക്കളെയും കൂടി നമ്മൾ ഉള്ളിൽ കയറിയതാ. ശരി ഏട്ടാ, പിന്നെ കാണാൻ പറ്റിയ സന്തോഷം. ഓ ശരി. നമ്മളെ വീഡിയോ ഒക്കെ സ്ഥിരം കാണുന്നവരാ, അതുകൊണ്ട് കണ്ടപാട് കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ അമ്പലത്തിന്റെ കാര്യങ്ങളൊന്ന് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് അതുകൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയതാണ്. എന്തായാലും ഇവിടെ ആനയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഗംഭീര പരിപാടിയാണ് ഇവിടെ. ചെറുപ്പകാലഘട്ടത്തിലോ ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ടേ. അതെല്ലാം ഒരു ഭയങ്കര ഒരു ഓർമ്മയാണ് ഈ അമ്പലത്തിനെ പറ്റിയിട്ടുള്ള. അതായത് ഇതിന്റെ പുറത്തുതന്നെ ഒരു ആനേന്റെ പ്രതിമയുണ്ട്. അത് അന്നും ഉണ്ട് ഇന്നും ഉണ്ട് കേട്ടാ. നമ്മൾ എൻ്റെ ചെറുപ്പകാലത്തിലേക്ക് കാണുന്നതാണ്. അപ്പൊ കണ്ണാടിപ്പറമ്പ് അമ്പലം എന്ന് പറയുമ്പോൾ ആദ്യം ഇതിന്റെ കവാടത്തിലെ ആനേനെ നമുക്ക് ഓർമ്മ വരുക. ഏതായാലും മമ്മി വണ്ടിയിലിരുന്ന് വേർത്തിട്ടുണ്ടാവും. അപ്പം വേഗം പോട്ട് മമ്മീനെ എടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ആനേന്റെ പ്രതിമ. എനിക്കൊന്നും ആ ഒരു കാലഘട്ടത്തിലൊന്നും ആനേന്റെ വലിയ സംഗതി ഒന്നും ഏടിയില്ല. ആ വിഷുവിന്റെ പടക്കം പൊട്ടിയതാ ചെവിക്കടിച്ച് കേട്ടാ. കാരണം ഇപ്പോൾ എല്ലാടിക്കും ആനേന്റെ പ്രതിമ, ജിറാഫിന്റെ മറ്റെല്ലാം പ്രതിമയെല്ലാം ഉണ്ടല്ലോ. അന്നത്തെ കാലത്തിലുള്ള എൻ്റെ ചെറുപ്പകാലത്തിൽ ഓർമ്മയുള്ളൊരു സംഗതി ഏത്. അപ്പോൾ ഇതെപ്പോൾ മനസ്സിലൊരു ഓർമ്മയാണ്. അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകളുള്ള ഒരു അമ്പലമാണിത്.
നോക്കിയേട്ടാ ഇതിൻ്റെ ഗ്രൗണ്ട് നോക്കിയേട്ടാ വിശാലമായ ഗ്രൗണ്ടാണ്. പണ്ട് നമ്മളിടുന്ന് സൈക്കിൾ ഓടിക്കാൻ പഠിക്കാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് എന്താ പറയണ്ട വീട് തരുമോ നട്ടച്ചൊക്കെ വന്ന് ഓടിച്ച് മത്സരമാണ്. ഈ വാടക സൈക്കിൾ എടുക്കും. അന്നേരം അത്രയും ആൾ വാടക പൈസ ഓർമ്മയില്ല. എന്നിട്ട് നമ്മൾ 4-5 ആൾ വിട്ടിട്ട് ഇടുന്നാന്ന് പട്ടം കറങ്ങുക. സൈക്കിളിനെ കൊണ്ട് തൊടാൻ പച്ചിൽ കളിക്കൽ ഓടിച്ച് കളിക്കൽ ഇതല്ലാതെ ആ സമയത്ത് ഈ ഗ്രൗണ്ടിൽ നിന്നുള്ള നമ്മളെ പരിപാടികൾ. എന്തായാലും നാളെ മുതൽ രാത്രി ഇനി ഇവിടുന്നാണ് നമ്മളെ ഭക്ഷണം കേട്ടാ. മമ്മി ഇവിടെ ഇരുന്ന് ഉണങ്ങി. മമ്മി ക്ഷീണം പിടിച്ചോയാ? ചിക്കൻ തന്തൂരി ബിരിയാണി അല്ല, ചിക്കൻ തന്തൂരി. ഇതാടുന്നവര് പായസം തന്നെ. എവിടുത്തെ ജാമ്പോ ഒറ്റക്കിരുന്ന് അടിക്കുന്ന കേട്ടാ. അമ്പലത്തില് സത്യം പറഞ്ഞാൽ രാവിലെ പോയാലേ ഒരു വൈബുള്ളൂ. ഉച്ചക്ക് കണ്ടിട്ട് സുഖമില്ലല്ലോ ഇത്. ആ രാവിലെ നല്ല ഒരു ഇളം തണുപ്പത്തെല്ലാം പോയിട്ട് ആ ചന്ദനക്കുറിയെല്ലാം വെച്ചിട്ടുണ്ടല്ലോ, നല്ലൊരു സുഖം. ഇതിപ്പോ നടയടച്ച് എല്ലാം കഴിഞ്ഞിട്ട് അവിടെ നല്ല പ്രസാദം കിട്ടിയില്ലേ. പായസം ഇലയില് 2 കെട്ടുണ്ട്. ഇതെല്ലാരും തിന്ന് തീർക്കുക ജാമ്പോ. അപ്പം വീട്ടിൽ പോയിട്ട് പായസം കുടിക്കണം. പായസം ഇന്ന് വീട്ടില് പായസം ആക്കിയാ ആക്കിയില്ല. നമ്മളെ വീട്ടിൽ ഇന്ന് സാമ്പാറും ചോറാന്ന് ആക്കിയാട്ടാ. നമ്മള് വിശേഷ ദിവസങ്ങളിൽ മിക്കവാറും വെച്ചായിരിക്കും ഉച്ചക്ക് സാമ്പാറും ചോറാക്കിയിട്ടുണ്ട്. അപ്പൊ ഭക്ഷണം കഴിഞ്ഞോട് പായസം പിന്നെ ഈ പായസം കുടിക്കല്ല. അമ്പലത്തിലെ പായസം അത് നമ്മൾ ഇന്നത്തെ പായസം നമ്മളെ നൂഡിൽസ് പായസം മമ്മി ആക്കിയില്ലോ. സേമിയ പായസം അവള് പറയുന്നത്. ഇതെന്ന പരിപാടി മനസ്സിലായ? ഇനി സദ്യ കഴിക്കണം. അപ്പോൾ ഇല മുറിക്കണം. അതിനു വേണ്ടി ഇതാ ഞാൻ വാർപ്പിൻ്റെ ഉള്ള വന്നേ. ഇവിടെ നമ്മളെ വിശാലമായ കൃഷികളുണ്ട് കേട്ടാ. നോക്കിയേട്ടെ എല്ലാം മറ്റേ ടയറിൽ മണ്ണിട്ടിട്ട് വെച്ച പരിപാടികളാണ്. പിന്നെ ഇതാ നമ്മളെ കോഴി കേട്ടാ. മുകളിൽ താറാവാന്ന്, താഴെ കോഴിയുണ്ട്. ഡെയിലി നല്ലോണം മുട്ട കിട്ടലുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മളെ വാർപ്പിൻ്റെ മുകളത്തെ കഥകൾ. ഏതായാലും ഇല ഞാൻ മുറിക്കട്ട്. മമ്മിയും മക്കളും താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ നോക്കിയേട്ടെ നല്ല സുന്ദരനല്ല കേട്ടിട്ടുണ്ട് കേട്ടാ. ഇനി ഇല മുറിക്കണം, തുടക്കണം. ഇതെല്ലാം എൻ്റെ പണിയാണ്. അപ്പം ഞാൻ നേരെ താഴേക്ക് പോകുന്നുണ്ട്. വിഷു സദ്യ റെഡിയാ. എല്ലാവരും ഇതാ ഇരുന്നിട്ടുണ്ട്. അച്ഛൻ സ്മൈൽ രസമുണ്ട്. അച്ചു ഇഷ്ടായിട്ടില്ല എരിവുണ്ട് ഇല്ല. ഓക്കെ 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 ഓക്കെ. മമ്മി ഈ സൈഡിലാണ്. ഹായ് മമ്മി. ഓക്കെ ശരിക്കുണ്ടല്ല ഈ സാമ്പാറും ചോറും തൈരും കൂട്ടുകറി മതി കേട്ടാ. ബാക്കിയുള്ളൊരു അലങ്കാരം എനക്ക് വന്നിട്ടാ. എനക്ക് ബാക്കിയൊന്നും വലിയ ഇഷ്ടമല്ല. ശ്രദ്ധിക്കോ എനക്ക് സാമ്പാറ്, പച്ചടി, കൂട്ടുകറി, പപ്പടം നിർബന്ധമൊന്നുമില്ല. നമ്മളിതാ സദ്യ എല്ലാം കഴിഞ്ഞാട്ടാ. ശ്രുതിന്റെ ഗംഭീര സദ്യ. ഇത് ഇന്ന് ക്ഷീണം പിടിച്ചു അല്ലച്ചു. പിന്നെ ലാസ്റ്റ് നമ്മളെ അമ്പലത്തിലെ പായസം ഉണ്ടല്ല, നല്ല പായസം അല്ലേ, നെയ് പായസം, അടിപൊളി പായസം. അപ്പൊ അതും കൂടി കഴിച്ചപ്പോണ്ടല്ല അടുത്ത കിടന്ന് ഉറക്കണല്ലോ മമ്മി. നല്ലൊരു ഉറക്ക്. അത് കഴിഞ്ഞിട്ട് എണീച്ചിട്ടാകുമ്പോ നല്ല ഫ്രഷ് ആയിട്ട് ഒരു എണീക്കലുണ്ട്. എന്നിട്ട് എണീക്കലല്ലേ എണീക്കൊന്ന് മക്കളെയും കൂട്ടി ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോണെന്നാണ് അടുത്ത പ്ലാന്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിഷു ആഘോഷം എന്ന് പറയാനുള്ള. അപ്പൊ ഏതായാലും വീഡിയോയുടെ അവസാനിപ്പിക്കല്ലോ അമ്മേ. ഇതാ എനക്കത് ഇങ്ങനെ ഉറക്കിങ്ങനെ വന്നോണ്ടുണ്ട്. നല്ല ക്ഷീണം, ഒന്നും ഉറങ്ങൊരു വേറെ തന്നെ ഒരു സുഖമാണ്. ശരി എന്നാ പിന്നെ ഏതായാലും അല്ലേ മമ്മി. അപ്പൊ ഏതായാലും നമ്മളെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി